ഒരു പൊളിറ്റിക്കൽ സുനാമി അടിച്ച ദിവസമാണെന്ന് ഒരുപക്ഷെ LDF ഒരിക്കലും പ്രതീക്ഷിച്ചു കാണത്തില്ല. UDF ഒരു കാരണവശാലും VD സതീശനെ പോലുള്ള അപൂർവം ചില രാഷ്ട്രീയ നേതാക്കന്മാരല്ലാതെ ഈ 100-ലധികം കടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചു കാണില്ല. ചരിത്രം തിരുത്തി എഴുതിയ കുറേ ഫലങ്ങൾ ഇന്ന് കണ്ടു. അതിലെ ഒന്നാണ് പയ്യന്നൂർ, മറ്റൊന്നാണ് തൃക്കരിപ്പൂർ. കാശ്മീർ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ആരായിരുന്നു തൃക്കരിപ്പൂരിലേക്ക് വണ്ടി കയറി എന്ന് പറഞ്ഞത്? സന്ദീപ് വാര്യർ. ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് ഇവിടുന്ന് വണ്ടി കയറി ഒരു വരുത്തൻ ആളുകൾ പറയുന്ന രീതിയിൽ അവിടെ ചെന്നിറങ്ങി തൃക്കരിപ്പൂർ പിടിച്ചു. സന്ദീപ് കൊടുക്കാൻ കോൺഗ്രസ് സീറ്റുകളൊന്നുമില്ല. പല സ്ഥലങ്ങളിൽ ആലോചിച്ച് എവിടെ സീറ്റില്ല, എങ്ങുമില്ല. അളിയനോട് പോയി പിടിച്ചു, ആ സീറ്റ് പിടിച്ചു. ഓർത്തു നോക്കണം, പോലെ അവിടുത്തെ നാട്ടുകാരനെ അറിയാം. അതേപോലെയാണ് തളിപ്പറമ്പ് നമ്മളെ ഞെട്ടിച്ചു, അമ്പലപ്പുഴ, ചാത്തന്നൂർ. ഇതൊക്കെ ഈ ഇന്നത്തെ ലിസ്റ്റിലാണ്. ഇനി നമ്മൾ അതിലേക്കൊന്ന് വിശദമായി കിടക്കുന്നു. ഹിസ്റ്റോറിക് വിന്നിംഗ്. ആദ്യം എസ് കെ പയ്യന്നൂർ തന്നെയാണ്, ഒരു തർക്കമില്ല. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ, നമ്മുടെ പ്രജിൻസിനോട് ചോദിച്ചാൽ അറിയാം, പാർട്ടിയുടെ കൊടുങ്കോട്ടയാണ്. ഏത് കൊടുങ്കാറ്റടിച്ചാലും ഇന്നേ വരെ, അതിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇളകാത്ത ഒരു കൊടുങ്കോട്ടയാണ്. അവിടെ പയ്യന്നൂരിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് ഇന്ന് ഇവിടെ രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിക്കുന്നു എന്ന് പറയുന്നു. അത് വളരെ വൈകാരിക പ്രശ്നമാകുന്നു. അദ്ദേഹത്തെ പുറത്താക്കുന്നു, അദ്ദേഹത്തെ കുലംകുത്തി എന്ന് വിളിക്കുന്നു, അദ്ദേഹത്തെ അധികാരത്തോട് ആർത്തിയുള്ള ആളെന്ന് വിളിക്കുന്നു, അദ്ദേഹത്തെ ഇല്ലാത്തവർക്ക് വിളിക്കുന്നു. പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഒരു കൃഷകാത്തനായ ഒരു മെലിഞ്ഞ മനുഷ്യൻ, ഒരു പാവ മനുഷ്യൻ, ആ മനുഷ്യനൊപ്പം ആ പയ്യന്നൂരിലെ പാർട്ടിക്കാർ നിൽക്കുന്നു, വിജയിക്കുന്നു. എസ് കെ എന്തോ ഒരു വലിയ വിജയമാണ് എന്നാലോചിച്ചോ. പയ്യന്നൂർ റിസൾട്ട് വരികയാണ്. പയ്യന്നൂര് ഒരുപക്ഷെ പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ ജയിക്കുമെന്ന് ആരുമാരും കരുതിയിരുന്നതല്ല. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് VD സതീശനോ കുഞ്ഞികൃഷ്ണനോ മാത്രമല്ലാതെ ആരുമാരും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. അഥവാ തളിപ്പറമ്പ് 76,640 വോട്ട് എന്ന് പറഞ്ഞാൽ അത് ചെറിയ വോട്ടല്ല. 49% വോട്ടാണ്. 46% വോട്ട് മാത്രമാണ് അവിടെ, 44% വോട്ട് മാത്രമാണ് അവിടെ CPM TM മസൂദൻ. അവിടെ പാർട്ടിയുടെ കൊടുങ്കോട്ടയിൽ പാർട്ടിയുടെ മാനസപുത്രൻ, അവിടെ ജില്ലാ സെക്രട്ടറി അടക്കം മാനസപുത്രൻ, എല്ലാവരും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നേതാവിന് നേടാൻ കഴിഞ്ഞത് 69,000-ലധികം വോട്ട്, 64% മാത്രം. എന്നാൽ 6% വോട്ട് കുഞ്ഞികൃഷ്ണൻ പിടിച്ചുവെങ്കിൽ അവിടെ എസ് കെ അവിടെ പാർട്ടി വോട്ട് പോയിട്ടുണ്ട്. നോ ഡൗട്ട്. അവിടുത്തെ കോൺഗ്രസ് വോട്ട് മാത്രമല്ല, അവിടുത്തെ പാർട്ടി വോട്ട് കുഞ്ഞികൃഷ്ണൻ അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു. അല്ലാതെ അവിടെ ഒരു വിജയം സാധ്യമാവില്ല. അപ്പോൾ പാർട്ടി വോട്ട് പോയെങ്കിൽ നേരത്തെ എന്നെ വിളിച്ച സഖാവ് പറഞ്ഞ പോലെ പാർട്ടിക്കാർ ജയിച്ചു, അവിടെ പാർട്ടി തോറ്റു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വെക്കുന്ന രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പെന്ന് പറഞ്ഞ വൈകാ എസ് കെ CPM-നും ഈ പറഞ്ഞ CPM മാത്രം എല്ലാ പാർട്ടികൾക്കും രക്തസാക്ഷി. ആ പാർട്ടിക്ക് വേണ്ടി ചോര ഒഴുക്കി ജീവൻ വെടിഞ്ഞവനാണ്. അവന് വേണ്ടി പിരിച്ച പൈസ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞ ആരോപണം അത് വൈകാരികമാണ്. ആ ആരോപണം ഉന്നയിച്ച പി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ആരോപണം ശരിയാണ് എന്ന് പയ്യന്നൂരിലെ പാർട്ടികൾ വിശ്വസിക്കുന്നു. അതിന്റെ ഫലമാണ് അവിടെ കണ്ട വിജയം പയ്യന്നൂർ. തീർച്ചയായിട്ടും. ഇനി നമുക്ക് അടുത്ത് പോകേണ്ടത് ഗോപികൃഷ്ണൻ, നമുക്കിനി തൃക്കരിപ്പൂരിലേക്കാണ് പോകേണ്ടത്. അതായത് വണ്ടി കയറിപ്പോയ വരുത്തൻ. ഈ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ ആനുകൂല്യം കിട്ടി സന്ദീപ് വാര്യർക്ക് ഈ തൃക്കരിപ്പൂരിൽ എന്ന് നമുക്ക് പറയാം. 83,109 വോട്ടാണ് അദ്ദേഹം നേടിയത്. 78,678 VPP മുസ്തഫ വിജയം ഉറപ്പിച്ച മണ്ഡലമായിരുന്നു. അവിടെ 78,000 വോട്ടുകളാണ് VPP മുസ്തഫ കിട്ടിയത്. അത് സ്വാഭാവികമായിട്ടും ഒരു വലിയ തരംഗം ഉണ്ടാകുന്നു. അതിൽ നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കാർ തന്നെ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്ത അനുഭവങ്ങൾ പയ്യന്നൂർ, തളിപ്പറമ്പ് പോലെയുള്ള മണ്ഡലങ്ങൾ കാണുമ്പോൾ തൃക്കരിപ്പൂരിലും ഇതുപോലെ വലിയൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ഏറ്റവും വലിയ ആനുകൂല്യം അവർക്ക് കിട്ടുന്നു എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.